എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ നിന്നെടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ നാസർ. അബ്ദുൽ നാസറാണ് സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ചെന്നൈയിലാണ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം. സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേര്. സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേര് നമീബിയ. നമീബിയ എന്നതാണ് സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേര്. സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകം എന്ന് പറഞ്ഞത്. സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകം എന്ന് പറഞ്ഞത് കീറ്റ്സ്. കീറ്റ്സ് ആണ് സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകമെന്ന് പറഞ്ഞത്. സൗരയൂഥം കണ്ടുപിടിച്ചത്. സൗരയൂഥം കണ്ടുപിടിച്ചത് കോപ്പർനിക്കസ്. കോപ്പർനിക്കസ് ആണ് സൗരയൂഥം കണ്ടുപിടിച്ചത്. ഗൗരിഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ഗൗരിഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ്? തെങ്ങ്. ഗൗരിഗാത്രം തെങ്ങിൻ്റെ ഒരു ഇനമാണ്. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. സൗരോർജം ഭൂമിയിലെത്തുന്നത് വികിരണം മൂലമാണ്. സ്നെല്ലൻസ് ചാർട്ട് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു? സ്നെല്ലൻസ് ചാർട്ട് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു? കാഴ്ചശക്തി. കാഴ്ചശക്തി പരിശോധിക്കാനാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്. സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ്? സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ്? കപിൽ ദേവ്. കപിൽ ദേവിൻ്റെ ആത്മകഥയുടെ പേരാണ് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട്. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. കൊച്ചിയാണ് സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി മുരുകൻ. മുരുകനാണ് സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെയാകാം? സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെയാകാം? 60. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ 60 വരെയാകാം. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ എത്ര വരെയാകാം? സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ എത്ര വരെയാകാം? 500. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ 500 വരെയാകാം. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത്. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജി. ഗാന്ധിജിയാണ് സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി. സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പി. സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പി ഹോച്ചിമിൻ. ഹോച്ചിമിനാണ് സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പി. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം മെക്സിക്കോ. മെക്സിക്കോയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം. ഹരിതകമുള്ള ഒരു ജന്തു. ഹരിതകമുള്ള ഒരു ജന്തു യൂഗ്ലീന. യൂഗ്ലീനയാണ് ഹരിതകമുള്ള ഒരു ജന്തു. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഗതികോർജം. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഗതികോർജം എന്നാണ് അറിയപ്പെടുന്നത്. ചാൾസ് എഡ്വേർഡ് ജീനറ്റ് ഏത് പേരിലാണ് പ്രസിദ്ധനായത്? ചാൾസ് എഡ്വേർഡ് ജീനറ്റ് ഏത് പേരിലാണ് പ്രസിദ്ധനായത്? ലീ കർബ്യൂസിയർ.
ലീ കർബ്യൂസിയർ എന്ന പേരിലാണ് ചാൾസ് എഡ്വേർഡ് ജീനറ്റ് പ്രസിദ്ധനായത്. ചാൾസ് ഡാർവിൻ്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ. ചാൾസ് ഡാർവിൻ്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ ഹാരിയറ്റ് ആണ് ചാൾസ് ഡാർവിൻ്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ. ചിത്രകൂട്ട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ചിത്രകൂട്ട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ് ചിത്രകൂട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു വൈറസാണ് ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു. ചിലപ്പതികാരത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ കോവലനും കണ്ണകിയുമാണ് ചിലപ്പതികാരത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത്? അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ് ചുവന്ന രക്താണുക്കൾ രൂപം കൊള്ളുന്നത്. ചൗത്ത്, സർദേശ് മുഖി എന്നീ നികുതികൾ നടപ്പിലാക്കിയ മറാത്ത ഭരണാധികാരി ശിവജിയാണ് ചൗത്ത്, സർദേശ് മുഖി എന്നീ നികുതികൾ നടപ്പിലാക്കിയ മറാത്ത ഭരണാധികാരി. ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആഞ്ചലോ മെർക്കലാണ് ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ. ജലത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് വെനീസാണ് ജലത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത്. ജലദോഷത്തിന് കാരണം വൈറസാണ് ജലദോഷത്തിന് കാരണമാകുന്നത്. ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം. 1912. 1912 ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കൽ ഒഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആയിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കൽ ഒഡയറിനെ വധിച്ചത്. ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? കറാച്ചിയിലാണ് ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ജിന്നയുടെ ശവകുടീരം എവിടെയാണ്? കറാച്ചിയിലാണ് ജിന്നയുടെ ശവകുടീരം. ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ചാൾസ് ഡാർവിനാണ് ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത്. പെരിയാറിൽ ഏതു വർഷമുണ്ടായ തുറമുഖമാണ് മുസിരിസ് തുറമുഖത്തിന്റെ അധപതനത്തിന് കാരണമായത്? പെരിയാറിൽ ഏതു വർഷമുണ്ടായ തുറമുഖമാണ് മുസിരിസ് തുറമുഖത്തിന്റെ അധപതനത്തിന് കാരണമായത്? 1341. പെരിയാറിൽ 1341 തുറമുഖമാണ് മുസിരിസ് തുറമുഖത്തിന്റെ അധപതനത്തിന് കാരണമായത്. ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടറാണ് ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത്. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത്. ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് ആസ്പിരിൻ ആണ് ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന്. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് തെമുജിൻ എന്നാണ് ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര്. ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്ന തോട് സൂയസ് തോടാണ് ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്നത്. ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയൻ ആയിരുന്നു ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരി. ചെഗുവേര ജനിച്ച രാജ്യം അർജന്റീന. ചെഗുവേര ജനിച്ചത് അർജന്റീനയിലായിരുന്നു.
കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. കണ്ണിൻ്റെ അസ്റ്റിഗ്മാറ്റിസം എന്ന ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്. കരയിലെ ഏറ്റവും വലിയ മാംസഭോജി. കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ധ്രുവക്കരടി. ധ്രുവക്കരടിയാണ് കരയിലെ ഏറ്റവും വലിയ മാംസഭോജി. കരയിലെ ഏറ്റവും വലിയ സസ്തനി. കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആന. ആഫ്രിക്കൻ ആനയാണ് കരയിലെ ഏറ്റവും വലിയ സസ്തനി. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ്. ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ. മൂങ്ങയ്ക്കാണ് കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്നത്. കവിരാജ എന്നറിയപ്പെട്ടത്. കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനാണ് കവിരാജ എന്നറിയപ്പെട്ടത്. കവിരാജമാർഗം രചിച്ചത്. കവിരാജമാർഗം രചിച്ചത് അമോഘവർഷൻ. അമോഘവർഷനാണ് കവിരാജമാർഗം രചിച്ചത്. ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി. ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രദാമൻ. രുദ്രദാമനാണ് ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി. ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമനായിരുന്നു ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. ശിവജിയുടെ വാൾ. ശിവജിയുടെ വാൾ ഭവാനി. ശിവജിയുടെ വാളിൻ്റെ പേരാണ് ഭവാനി. കബ്ബൺ പാർക്ക് എവിടെയാണ്? കബ്ബൺ പാർക്ക് എവിടെയാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂരിലാണ് കബ്ബൺ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കീചകവധം രചിച്ചത്. കീചകവധം രചിച്ചത് ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പിയാണ് കീചകവധം രചിച്ചത്. ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം. ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം 1924. 1924 ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ചത്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശ്ശിമംഗലം. കിള്ളിക്കുറിശ്ശിമംഗലത്താണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. കുന്തലത എഴുതപ്പെട്ട വർഷം. കുന്തലത എഴുതപ്പെട്ട വർഷം 1887. 1887 കുന്തലത എഴുതപ്പെട്ടത്. കുന്നലക്കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവ്. കുന്നലക്കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവ് കോഴിക്കോട് രാജാവ്. കുന്നലക്കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവാണ് കോഴിക്കോട് രാജാവ്. കുമ്മായത്തിൻ്റെ രാസനാമം. കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് കുമ്മായത്തിൻ്റെ രാസനാമം. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24 ക്യാരറ്റ്. ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റാണ്. കൂട് നിർമ്മിക്കുന്ന ഏകപാമ്പ്. കൂട് നിർമ്മിക്കുന്ന ഏകപാമ്പ് രാജവെമ്പാല. രാജവെമ്പാലയാണ് കൂട് നിർമ്മിക്കുന്ന ഏക പാമ്പ്. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിനാണ്. കണ്ണുവംശത്തിലെ അവസാനത്തെ രാജാവ്. കണ്ണുവംശത്തിലെ അവസാനത്തെ രാജാവ് സുശർമൻ. സുശർമനാണ് കണ്ണുവംശത്തിലെ അവസാനത്തെ രാജാവ്. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബല ഏത് രാജ്യത്താണ്? ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബല ഏത് രാജ്യത്താണ്? ഇറാഖ്. ഇറാഖിലാണ് ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബല സ്ഥിതി ചെയ്യുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലി സഹോദരന്മാർ. അലി സഹോദരന്മാരായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം. സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം കേപ്പ് ടൗൺ. കേപ്പ് ടൗൺ ആണ്
സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം? ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി? ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. ഗരുഡ ഏതു രാജ്യത്തിൻ്റെ എയർലൈൻസ് ആണ്? ഗരുഡ ഏത് രാജ്യത്തിൻ്റെ എയർലൈൻസ് ആണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ എയർലൈൻസ് ആണ് ഗരുഡ. സാമൂതിരിയുടെ നാവികസേനാ മേധാവി? സാമൂതിരിയുടെ നാവികസേനാ മേധാവി കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാരായിരുന്നു സാമൂതിരിയുടെ നാവികസേന മേധാവി. സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേര്? സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേര് മാങ്ങാട്ടച്ചൻ. മാങ്ങാട്ടച്ചൻ എന്നായിരുന്നു സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേര്. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര്? സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ. മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നതാണ് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര്. സിന്ധു തടനിവാസികൾ ആരാധിച്ചിരുന്ന പെൺദൈവം? സിന്ധു തടനിവാസികൾ ആരാധിച്ചിരുന്ന പെൺദൈവം മാതൃദേവത. സിന്ധു തടനിവാസികൾ ആരാധിച്ചിരുന്ന പെൺദൈവമാണ് മാതൃദേവത. ഗുപ്തവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം? ഗുപ്തവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഗരുഡൻ. ഗരുഡനാണ് ഗുപ്തവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം. ഗൂർഖകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ്? ഗൂർഖകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ്? നേപ്പാൾ. നേപ്പാൾ രാജ്യത്തെ ജനവിഭാഗമാണ് ഗൂർഖകൾ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത്? ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ. പിക്കാസോയാണ് ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത്. സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ? സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ ഫെർഡിനാൻഡ് ലെസീപ്സ്. ഫെർഡിനാൻഡ് ലെസീപ്സ് ആണ് സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ? സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി? സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി. ഗുരുനാനാക്കിൻ്റെ ജീവിത കാലഘട്ടം? ഗുരുനാനാക്കിൻ്റെ ജീവിത കാലഘട്ടം 1469 മുതൽ 1539 വരെ. ഗുരുനാനാക്കിൻ്റെ ജീവിത കാലഘട്ടം 1469 മുതൽ 1539 വരെ. കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉദ്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉദ്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉദ്ഭവം. കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം? കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം വനേഡിയം. വനേഡിയമാണ് കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം? കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗമായിരുന്നത് സിംഹം. സിംഹമായിരുന്നു കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത്. കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര്? കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇതിന് മൂന്നിനും കൂടിയുള്ള പേരാണ് ത്രിഫല. ത്രിഫല എന്നാണ് കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇതിന് മൂന്നും കൂടിയിട്ടുള്ള പേര്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ്? കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ്. കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? ഖജുരാഹോ. ഖജുരാഹോയിലാണ് കാന്തരീയ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാലുകൊണ്ട് രുചിയറിയുന്ന ജീവി? കാലുകൊണ്ട് രുചിയറിയുന്ന ജീവി ചിത്രശലഭം. ചിത്രശലഭമാണ് കാലുകൊണ്ട് രുചിയറിയുന്ന ജീവി. കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദി? കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദി യമുന. യമുന നദിയാണ് കാളിന്തി എന്ന പേരിൽ പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്? ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് കൂണിക്കൾച്ചർ. കൂണിക്കൾച്ചർ എന്നാണ് ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരണമാണ്? കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരണമാണ്? രോമം. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് രോമത്തിൻ്റെ രൂപാന്തരണമാണ്.
കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. പൂനെയാണ് കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ. ബാലാമണിയമ്മയാണ് സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.